ആഹാ, നിങ്ങൾ ഇപ്പോഴാണോ വന്നേ? അതെ റാണി. അമ്മാവ എന്താ ഇത്? അമ്മാവ വിട്. നിങ്ങൾ എന്താ ചെയ്യുവാ? വിടാനല്ലേ പറഞ്ഞേ? വിട്. അമ്മാവ വിട്. വിടാനല്ലേ പറഞ്ഞേ? നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? അമ്മാവ വിട്. അമ്മാവ വിട്. അമ്മാവ വിട്. എന്നെ ഒന്നും ചെയ്യല്ലേ. വാ വാ വാ. ഹേമ, എന്ത് പറ്റിയെന്ന് പറഞ്ഞേ? എന്റെ റാണി, നീ ഇതെവിടേക്കാ? എന്റെ ദാഹമൊന്ന് അകറ്റിയിട്ട് പൊയ്ക്കൂടെ റാണി? അച്ഛാ, നിങ്ങൾക്കൊട്ടും നാണമില്ലേ? നിങ്ങളുടെ മരുമകളുടെ അടുത്ത് നിങ്ങൾ ഇത്ര വൃത്തികേട് കാണിക്കുന്നത്? നിങ്ങളുടെ മകനാന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാണ്. മിണ്ടരുത് നീ. എടാ, എന്നെ അച്ഛാന്ന് വിളിക്കാൻ നിന്നോട് ആരാടാ പറഞ്ഞേ? നയാ പൈസ സമ്പാദിക്കാൻ കഴിവില്ല, 3 നേരം മൂക്കുമുട്ട തിന്നുന്നുണ്ടല്ലോ. എന്നെ എതിർക്കാൻ നിനക്ക് ഒരു യോഗ്യതയുമില്ല. ഇവിടുത്തെ ചെലവുകൾ, ഈ വീട്ടിലെ എല്ലാവരും എന്റെ പെൻഷൻ കാശ് കൊണ്ടാണ് ജീവിക്കുന്നത്. നീ ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നിർത്തിക്കേ. ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വാ മൂടിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്റെ കരണക്കുറ്റിക്ക് അടിക്കോ? പറയേ. എന്റെ മൂഡ് നശിപ്പിച്ചു കളഞ്ഞു. റോഷൻ, എന്നെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് പൊക്കോളും. പേടിച്ച് പേടിച്ച് ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. എന്നെ കൊണ്ടുപോയ ഇവിടെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹേമ, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? വേറെ വഴിയില്ലല്ലോ. ഈ വീട്, കാട് എല്ലാം അപ്പന്റെ പേരിലല്ലേ ഉള്ളത്. ഈ സ്ഥലം ഇട്ടേച്ച് പോയാ വേറെ എങ്ങോട്ടോ പോണ്ട്? ഭക്ഷണം എങ്ങനെ കഴിക്കും? അങ്ങനെയെങ്കിൽ ഈ പീഡനങ്ങളെല്ലാം ഞാൻ സഹിക്കണോ? ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ നടന്ന? ഹേമ, അങ്ങനെ പറയരുത്. നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ വിടത്തില്ല. ഇനി ഈ പ്രശ്നത്തിന് ഒരു അവസാനം വേണം. അത് കണ്ടെത്തിയേ പറ്റൂ. ചേട്ടാ, വാന്നേ. സുഖാണോ ഏട്ടാ? എനിക്ക് സുഖമാണ്. നിനക്ക് സുഖമല്ലേ? എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? എന്തേ, എന്നെ കണ്ടിട്ട് സന്തോഷം തോന്നുന്നില്ലേ? അങ്ങനെയൊന്നുമല്ല, വെറുതെ ചോദിച്ചാ, അത്രേ ഉള്ളൂ. ദേഷ്യപ്പെടണ്ട. നീ പെട്ടെന്ന് വന്നതല്ലേ, അതുകൊണ്ടാ എന്താ കാര്യം ചോദിച്ചത്. ചേട്ടാ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കവിതയുടെ ഭർത്താവിന്റെ മരണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ടൊന്ന് കണ്ടിട്ട് പോന്ന് കരുതി. ഏടത്തി സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുക. നിനക്ക് സുഖമാണോ? എനിക്ക് സുഖമായിടത്തി. ബോംബെയിലിരുന്ന് എത്ര മാസം കഴിഞ്ഞാ വരുന്നേ? ശരി, എന്നാ ഇരിക്കേ. പക്ഷേ അച്ഛനെവിടെ? ഇവിടെങ്ങും കാണുന്നില്ല. ഇവിടെ അടുത്തെവിടെയെങ്കിലും പോയതായിരിക്കും. ഇപ്പൊ വന്നേക്കും. കൊച്ചേ, എന്താ ചിറ്റപ്പാ? ₹100? ഇതെന്തിനാ ചിറ്റപ്പാ? അതിന് തന്നെ. എനിക്കൊന്ന് നിന്നെ തൊടണം. നിന്നെ തൊട്ടോട്ടെ, ഒന്ന് തൊട്ടോട്ടെ. നിങ്ങക്ക് നാണം തോന്നില്ലേ? ഞാൻ നിങ്ങളുടെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ. അങ്ങനൊന്നും പറയില്ലേ മോളെ.
കവിത, നിന്റെ ഭർത്താവിന്റെ കാര്യം കേട്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. ഐ എം സോറി ട്ടോ, എനിക്ക് വരാൻ പറ്റിയില്ല. അതിനിപ്പോ എന്താ, എനിക്ക് നിന്നെപ്പറ്റി നന്നായിട്ട് അറിയാം. അച്ഛാ, അച്ഛാ, എന്റെ മോക്ക് സുഖം തന്നെയല്ലേ? ഞാൻ സുഖായിരിക്കുന്നു. അച്ഛനോ? എനിക്കും സുഖം മോളെ. നന്നായി വരും മോളെ. അല്ല അച്ഛാ, ഞാൻ ആലോചിക്കായിരുന്നു കുറച്ചു ദിവസത്തേക്ക് അച്ഛനെ എന്റെ കൂടെ മുംബൈക്ക് കൊണ്ടുപോയാലോ. അതൊന്നും വേണ്ട മോളെ. ഞാൻ വന്നാലും എന്റെ മനസ്സങ്ങോട്ട് വരില്ല. എന്താ ചെയ്തു? വന്നൂടെ? ഞാൻ കവിതയും പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് എന്റെ കൂടെ വരാൻ. അവിടെ അവൾക്കൊരു പുതിയ ജീവിതം തുടങ്ങാലോ. അവളുടെ ജോബിന്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ഛൻ കുറച്ചു ദിവസം എന്റെ കൂടെ നിന്നാ മതി, പിന്നെ തിരിച്ചിങ്ങി പോന്നോളൂ. ഓക്കെ അല്ലേ? കവിതയും നിന്റെ കൂടെ വരുന്നുണ്ടോ? അതെ അച്ഛാ, കവിതയും വരുന്നുണ്ട്. എന്തായാലും നീ എന്നെ ഇത്രയ്ക്ക് നിർബന്ധിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ വരാം. താങ്ക് യു അച്ഛാ. ശരി എന്റെ പൊന്നെ, നാളെ അച്ഛൻ പോവല്ലേ. നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ പേടിച്ചാ ജീവിക്കുന്നേ. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടെ ജീവിക്കാം. പക്ഷെ നോക്കിയേ ഹേമ, അച്ഛൻ അവിടെ പോയാലും ഇതൊന്നും ശരിയാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തു പറ്റി? കവിത അങ്ങോട്ട് പോവുമല്ലേ, ദൈവത്തിന്റെ കയ്യിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇയാൾ എന്ത് ചെയ്യുന്നു പോലും അറിഞ്ഞൂടാ. ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഒരുപക്ഷെ അങ്ങനെയെങ്കിലും ഉണ്ടായാൽ തന്നെ അറ്റ്ലീസ്റ്റ് വിമലയ്ക്കെങ്കിലും ആ സത്യമൊക്കെ മനസ്സിലാവുമല്ലോ. എപ്പോഴാണോ സ്വന്തം മോളുടെ കണ്ണിൽ അത് പെടുന്നത്, അപ്പോൾ എല്ലാം മനസ്സിലാവും. ഹേമ, നിനക്ക് മനസ്സിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ദൈവം എന്ന് പറ. ഈ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ തന്നെ ഇത്രയും വൃത്തികേടായിട്ട് ഒരു നാണമില്ലാണ്ട് നടക്കുവാണെങ്കിൽ, അങ്ങനെയുള്ള സമയത്ത് വിമലയ്ക്ക് എല്ലാ കാര്യവും അറിഞ്ഞിട്ട് പോലും അവർക്കൊരു വ്യത്യാസവും കണ്ടെത്താൻ പറ്റില്ല. അയാളുടെ മകളാണ്. സ്വന്തം മകളാണെങ്കിൽ പോലെ അയാൾക്ക് വ്യത്യാസം അറിയത്തില്ല. വിമലയ്ക്ക് എപ്പോഴാണോ ഡൈവോഴ്സ് ആയത്, അപ്പം അച്ഛനായിട്ട് തന്നെ വിമലയ്ക്ക് മുംബൈയിൽ ഒരു വീട് മേടിച്ചു കൊടുത്തായിരുന്നു. കാരണം അവള് അയാളുടെ അടുത്തും ദൂരമായിട്ടിരിക്കാൻ. അത് മാത്രമല്ലാണ്ട് അച്ഛൻ അവിടെ ആരുടെ ശല്യമില്ലാണ്ട് സ്വസ്ഥമായിട്ടിരിക്കണം എന്നുള്ള കരുതല്ലേ. അതെ, നീ വേണമെങ്കിൽ കണ്ടോ, അയാൾ അവിടെ ചെന്നാലും മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങിയൊന്നും ഇരിക്കില്ല. എന്നാ ശരിയേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. സൂക്ഷിച്ചു പോണം, ഹാപ്പി ആയിട്ടിരിക്കണം. ശരിയേട്ടാ. ശരിയേട്ടത്തി, ആരോഗ്യം ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും നീ ശ്രദ്ധിച്ചിരിക്കേ. ശരി ശരി ചേട്ടത്തി, ഞാൻ പോയി വരാം. ഓക്കെ മോളെ, ഒത്തിരി ശ്രദ്ധിക്കണം. ശരി. എപ്പോഴും നിന്റെ ഓർമ്മകളായിരിക്കും. നിന്നെയും ഞാൻ മറക്കില്ല. നമുക്ക് ഇറങ്ങാം അച്ഛാ, സമയാവുന്നു. പോവാം. പോവാം.